നമസ്കാരം. ചാമക്കാല മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നത് 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല, ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് വേറെ വീഡിയോ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് വന്നത് എന്താണെന്നറിയോ, ഞാനേ യൂട്യൂബിൻ്റെ ഒരുപാട് ചാനലുകൾ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഓരോ പണികൾ, യൂട്യൂബ് ട്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനുള്ള ട്രിക്കുകൾ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചാനലുകൾ ഇങ്ങനെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ യൂട്യൂബിനെ കുറിച്ച് അറിയാത്ത നമ്മളെ പോലുള്ള പാവപ്പെട്ട ആൾക്കാർ, പിന്നെ എന്നെ പോലുള്ള മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്ത ബിഗിനേഴ്സ്. അവർ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കപ്പെടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന അതേ രീതി തന്നെ ഫോളോ ചെയ്ത് പോവും. പക്ഷേ ഇവരുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് ആൾക്കാരെ അവരുടെ മുഖം കാണിക്കുന്നില്ല, പക്ഷെ അവരുടെ വീഡിയോസൊക്കെ വരുമ്പോൾ നമ്മൾ ആകാംക്ഷയോടുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അവരുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഓടിച്ചെന്ന് നമ്മളത് കാണാൻ ശ്രമിക്കും. അത് കാണാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഇവരെന്താണ് പറയണത്? ഒന്നും പറയണില്ല. ഇവർ വെറുതെ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഞങ്ങളെ ഫാമിലിയെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഇവരിങ്ങനെയുള്ള നമ്മളെ ഇംപ്രസീവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മളിത് അവസാനം വരെ ഇരുന്ന് കണ്ടിട്ട് ഇരുന്ന് കാണും, പക്ഷെ ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് തമ്പനയിലാണ് ഇവർ വയ്ക്കുക. ആ തമ്പനയിൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇമാതിരി തമ്പനയിലൊക്കെ വെച്ചിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇവർ പറ്റിക്കണം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ ഇവരെ വാട്സപ്പ് നമ്പർ കൊടുക്കും. എന്നിട്ട് ഇവർ പറയും, നേരെ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടാൻ പറ്റും. വാട്സപ്പിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്പർ ഫീഡ് ചെയ്ത് നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെടുവരാം. വാട്സപ്പിൽ ബന്ധപ്പെടുമ്പോൾ ഇവർ പറയണ ഡയലോഗ് എന്നിട്ടാണെന്നറിയാം, ഞങ്ങൾ സ്റ്റാഫാണ്, ഈ പറഞ്ഞ വ്യക്തിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ പേ ചെയ്യണം. പേ ചെയ്യണമെങ്കിൽ മാത്രമേ അയാളെ നമ്പർ തരാൻ പറ്റുള്ളൂ, ആളെ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഇവരുടെ പുതിയ നമ്പർ. കുറേ യൂട്യൂബ് എന്താ പറയുക, ട്യൂട്ടോറിയൽസിൻ്റെ വീഡിയോസ് ചെയ്യണ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഫാമിലി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളല്ല മണ്ടന്മാർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് എത്രയോ പേര് ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവർ എത്ര കെ ആയാലും അതിൻ്റെ വരുമാനം ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണ അതല്ല അതിൻ്റെ ശരി. അല്ലാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾ വിളിക്കുമ്പോൾ സ്റ്റാഫാണ്, സ്റ്റാഫ് എടുത്തിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ പേ ചെയ്യണം. പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതെന്താണ് പ്രോബ്ലം എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അത് ശരിയാണോ? അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരാളായാലും 2 ആളായാലും 10 ആളായാലും 100 ആളായാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴല്ല ഇവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നത്. അല്ലാതെ വെറുതെ ഇവർക്ക് യൂട്യൂബ് കാശ് കൊടുക്കുമല്ലോ. പ്രേക്ഷകരുണ്ടെങ്കിലല്ലേ ഇവർക്ക് പൈസ കിട്ടുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ഇത് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളൊരു പാഷനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ചില സംശയങ്ങൾ വരുമ്പോഴാണ് ഇവരുടെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇവരുടെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നതിനാണ് നമുക്കിതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു ചാനൽ തന്നെ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഇവരെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മളൊരൊന്നും ചെയ്തിട്ട് ഒരുത്തനൊരു 13,000 രൂപ മേടിച്ചതിൻ്റെ ആ 13,000 രൂപ മേടിച്ചിട്ട് ഇപ്പോൾ ഫോളോവേഴ്സ് എന്താണ് സബ്സ്ക്രൈബറും വാച്ച് ടൈമൊക്കെ കൂട്ടുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ ഇതുവരെ വിളിച്ച ഫോൺ എടുക്കില്ല. അത് നമ്മൾ മണ്ടത്തരം. നമുക്കിത് അറിയാത്തതുകൊണ്ടാണ് നമ്മളിതിലൊക്കെ പൂച്ചാടുന്നത്. അത് കഴിഞ്ഞ് അത് വഞ്ചിക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് അവരുടെ നമ്പർ ഇതിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ നമ്പർ കൊടുക്കണം? അങ്ങനെ പിന്നെ നമ്പർ കൊടുക്കേണ്ട കാര്യമില്ല. എന്തിനാണ് നമ്പർ കൊടുക്കണം? ഞങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബർമാർ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള യൂട്യൂബർമാരെന്ന് പറയുള്ളൂ. യൂട്യൂബർമാർ നിലനിൽക്കുന്നത് എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് 10,000കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾക്കൊക്കെ ഇത് ഇത്രയും ഇതായിട്ട് പറയാനുള്ള ഒരു ഇതുണ്ടാവണത്. എന്നിട്ട് നിങ്ങളെന്താ ചെയ്യണം? ഇതിൻ്റെ ഒരു സംശയം ചോദിക്കാൻ വിളിക്കുമ്പോൾ അവിടെയും നിങ്ങൾ പേ ചെയ്യാൻ പറ്റും.
അത് മോശമായ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ വലിയ യൂട്യൂബർമാർ ഉണ്ടല്ലോ, ഈ യൂട്യൂബിനെ കുറിച്ച് പറയുന്ന കുറേ ചാനലുകൾ, ഇപ്പോൾ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരോട് എല്ലാവരോടും പറയാനുള്ളത്, ആർക്ക്, എനിക്ക് എൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഇതറിയാത്ത കുറച്ച് ബിഗിനേഴ്സ് ഉണ്ട്, ഇതിനെക്കുറിച്ച് അറിയാത്തവർ. അവർ ചെറിയ ചെറിയ ചാനലുകളൊക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ ഒരു പാഷനായിട്ട് നടത്തുന്നവരുണ്ട്. മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു വലിയ സംഖ്യ പറയുകയും അതൊക്കെ നിർത്തുക. നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ കാശ് കിട്ടുന്നില്ല. നിങ്ങൾ തന്നെ വലിയ വലിയ കഥകൾ പറയുക, എൻ്റെ ഫാമിലി ഞാൻ എന്തെങ്കിലും ഇത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ എന്താണ്. പക്ഷെ അതറിയാത്ത പാവങ്ങളാണ് നിങ്ങളെ വിളിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ രണ്ടാമത് പേ ചെയ്യാൻ പറയുമ്പോൾ അവർ 500 1000 അയച്ചു തരും. അത് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ, ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇടാം, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കാണാൻ ഒരു പുതിയ വീഡിയോ വരുന്നു, എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇന്നലെ ആവശ്യപ്പെട്ട പ്രകാരം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതെന്തിനെങ്ങനെ ആൾക്കാരെ പറ്റിക്കണം? അത് വളരെ മോശമായ പരിപാടിയാണ് യൂട്യൂബർമാരെ. ഇത് യൂട്യൂബിൻ്റെ ട്രിക്ക് പഠിപ്പിക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്, എല്ലാ യൂട്യൂബർമാരോടും പറയുന്നില്ല. അപ്പം എനിക്ക് വേറൊന്നും പറയാനില്ല ഇതിൽ കൂടുതൽ. അപ്പം നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഈ നമ്പർ റിമൂവ് ചെയ്ത് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് ആർക്കായാലും, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ വിളിക്കാനൊന്നും പോണില്ല, ആർക്കായാലും നിങ്ങളതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ വിളിക്കുമ്പോൾ ഇയാളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വേണം, പേ ചെയ്താൽ മാത്രമേ മറ്റാളെ വാട്സപ്പ് നമ്പർ തരുള്ളൂ. നിങ്ങളാര് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അപ്പോയിൻമെൻ്റ് എടുക്കാനൊക്കെ? ഈ പറയുന്ന ആള് നമുക്കറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ തൊട്ടടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷേ ഞാൻ ഈ വിളിച്ച ആളെ എനിക്കറിയാവുന്ന ആളാണ്. അയാളുടെ വീടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവനെ കാണിച്ചു തരാം. അതിനിപ്പോൾ ആ പാലക്കാടും അവിടെ ഒന്നും പോയി കണ്ട ആളെ കാണേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരെ ഈ പറ്റിക്കൽസ് നിർത്തുക. നിങ്ങൾ വീഡിയോ ഇട്ടോ, പക്ഷെ നിങ്ങൾ ഈ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട്, ഇപ്പോൾ യൂട്യൂബ് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങളിടുന്ന വീഡിയോ, അതിനെ പറ്റിയുള്ള തമ്പനയിൽ വെക്കണം എന്നൊക്കെ, ഇതൊക്കെ നിങ്ങളൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തമ്പനയിലൊക്കെ അതൊക്കെ ഇപ്പോൾ നിൽക്കും. അത് നിങ്ങൾ തന്നെയാണല്ലോ പറയാറ്. നിങ്ങൾ അതിന് യോജിച്ച ക്യാപ്ഷൻ വെക്കണം, അതിന് യോജിച്ച തമ്പനയിൽ വെക്കണം എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് കുറേ നിങ്ങളെ വീഡിയോസിൽ നിങ്ങൾ ഈ ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറയുമ്പോൾ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ആരും ഫോട്ടോ വയ്ക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ നിങ്ങളുടെ തമ്പനയിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ആരെടുക്കുന്നത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരോടും കൂടി ഇതേ പറയാനുള്ളൂ, ആൾക്കാരെ പറ്റിക്കൽ കുറച്ച് നിർത്തുക. പാവപ്പെട്ടവരും ജീവിച്ചു പോട്ടെ. നിങ്ങളെ അതല്ല, ഇതൊന്നുമല്ല പ്രശ്നം. ഈ വീഡിയോ കാണുമ്പോഴാണ് സങ്കടം. നമ്മളിത് ആകാംക്ഷയോട് ഇത് കാണിക്കുമ്പോൾ നിങ്ങളെ കാര്യങ്ങൾ, എൻ്റെ ഫാമിലിനെ വലിച്ചു നീട്ടി നിങ്ങൾക്ക് ഉള്ളൊരു വാച്ച് ടൈം ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു വീഡിയോ തന്നെ നിങ്ങൾ 10 പ്രാവശ്യം പല ടൈപ്പിൽ തിരിച്ചും മറിച്ചും പറഞ്ഞിട്ടാണ് ഒരാഴ്ച നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കണ്ടൻറ്റും ഇല്ല. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പൊട്ടന്മാരൊന്നല്ല. പിന്നെ പാവപ്പെട്ട ഐറ്റങ്ങൾക്ക് ഒന്നും അറിയാതെ അവരിത് കേട്ടിരിക്കും. അപ്പോൾ ഇത് ഇവരുള്ളവരും ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വീഡിയോ ചെയ്യും. നല്ല വീഡിയോ ചെയ്യും, ആൾക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യും. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യല്ലേ. നല്ലൊരു പെണ്ണെന്തോ ഇതേപോലൊരു വീഡിയോ, ഞാനിട്ട പോലൊരു വീഡിയോ ഒരു പെണ്ണിട്ടുണ്ട്. കാരണം അവർക്ക് നിങ്ങൾ ഇതേപോലുള്ള അനുഭവങ്ങളായിട്ടും കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ആയിട്ട് പ്രതികരിച്ചുകൊണ്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ ആരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മളിത് കാണുന്നത് കൊണ്ടാണല്ലോ നിങ്ങളെ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പം അത് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ നോക്കും യൂട്യൂബർ. ഞാൻ ആരെയും പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ പേര് പറയാനോ ഒന്നുമില്ല. നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അധികം റീച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മനസ്സിലായോ? എനിക്ക് വലിയ മോഹങ്ങളൊന്നായിട്ടുള്ള വീഡിയോ ഇടലൊന്നും നല്ലത്, പക്ഷെ കാര്യങ്ങളായിട്ട് പറയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.